വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി അഞ്ചൽ പഞ്ചായത്തിലെ പനയഞ്ചേരി 16ാമത് വാർഡിലെ ശാസ്താ നഗറിലെ 150ഓളം കുടുംബങ്ങളെ മാർക്കറ്റ് 15ാമത് വാർഡിലേക്ക് വെട്ടിമാറ്റിയതിൽ ശാസ്താ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ പഞ്ചായത്തിലെ മാർക്കറ്റ് വാർഡും പനയഞ്ചേരി വാർഡിന് മധ്യേയുള്ള തോടും അഞ്ചൽ ബൈപ്പാസ് റോഡിന്റെയും അതിർത്തി മറികടന്ന് പനയഞ്ചേരി വാർഡിലെ ശാസ്താ നഗറിലെ 150ഓളം കുടുംബത്തെ മാർക്കറ്റ് വാർഡിലേക്ക് മാറ്റിയത്. അതിലുപരി ഞങ്ങൾ അറിഞ്ഞില്ല. കളക്ടർ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടായി. കാരണം നമ്മുടെ പനയഞ്ചേരി ഇങ്ങനെ ഇങ്ങോട്ട് വിഭജിക്കുമെന്ന് വിചാരിച്ചില്ല. പുതിയൊരു വാർഡ് സബ്സ്റ്റേഷൻ്റെ അവിടെ വന്നു. അപ്പം ഇതിലോട്ട് വിഭജിച്ചിരുന്നെങ്കിലും നമുക്കില്ലെങ്കിൽ ഇതൊരു വാർഡാക്കി തരണം. അതിന് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുപരി നമ്മുടെ ശാസ്താ നഗർ നിവാസികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായി നമ്മൾ പ്രതിഷേധിക്കും. എല്ലാവരെയും കൂടെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പ്രതിഷേധിക്കും. അതിന് നമ്മളിവിടെ സംഘാടക സമിതി തന്നെ നമ്മുടെ ഗിരീഷും രമേശനും ഒക്കെ ശശിധരൻപിള്ള, നമ്മുടെ മണിക്കുട്ടായി, എല്ലാവരും നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ആധികാരികമായി പറയാൻ നമുക്കിവിടെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരിതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറയും. കാരണം ഡിജിറ്റൽ സർവേ ആയതുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് പറയാൻ പറ്റൂ. നമുക്ക് അടുത്ത് തന്നെ നമുക്ക് കളക്ടർക്ക് ഇതിന് പരാതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. പനയഞ്ചേരി വാർഡിൽ നിന്നും വെട്ടിമാറ്റിയ ഈ കുടുംബങ്ങളെ പനയഞ്ചേരി വാർഡിൽ തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ടാണ് ശാസ്താ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഞ്ചൽ ബൈപ്പാസിൽ ശാസ്താ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ കവാടത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് അംഗം ഉമാദേവി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ബാബുരാജ്, സന്തോഷ്, മണിക്കുട്ടൻ, ഉമേഷ്, അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് കേരളം, കൊല്ലം. അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് 26 വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത്. വെഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ്. ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട്. സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു. അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ, വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ്, ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9447126593.